എല്ലാവർക്കും ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ പാഠഭാഗത്തിലെ ഒന്നാം പാഠത്തിലെ യൂണിറ്റിലെ ആംഗിൾസ് അഥവാ കോണുകൾ എന്ന പാഠഭാഗത്തില് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കാനായിട്ട് നോക്കുകയാണ്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ആദ്യം തന്നെ കോണുകൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താണ് കോണുകള്? രണ്ട് വരകൾ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടിയാൽ അവിടെ കോൺ ഉണ്ടാകുന്നു. അതിനെന്താണ് നമ്മൾ ഇംഗ്ലീഷിലെ ഡെഫിനിഷൻ പറഞ്ഞേ? ടു ലൈൻസ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ആൻ ആംഗിൾ ഈസ് ഫോംഡ്. രണ്ട് വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയാൽ അവിടെ കോൺ ഉണ്ടാകുന്നു. കോൺ അളക്കാനുള്ള ഉപകരണമാണ് കോൺമാപിനി അഥവാ പ്രൊട്രാക്ടർ. ഒന്നും കൂടി ഓർമ്മ വരുത്താൻ വേണ്ടിയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. പ്രൊട്രാക്ടർ അഥവാ കോൺമാപിനി, കോൺ അളക്കാനുള്ള ഉപകരണം, ജ്യാമിതി പെട്ടിയിലെ ഉപകരണമാണ് കോൺമാപിനി അഥവാ പ്രൊട്രാക്ടർ. ആ പ്രൊട്രാക്ടറാണ് നമ്മൾ കോൺ അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ കോൺ അളക്കാനുള്ള യൂണിറ്റ് ആണ് ഡിഗ്രി, അല്ലെ? കോൺ അളക്കാനായിട്ടുള്ള യൂണിറ്റ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെയാണ് പഠിച്ചത്, ചെറിയൊരു 0, ഡിഗ്രി. 3 തരത്തിലുള്ള കോണുകളെയാണ് ഈ വർഷം നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത്. ഏതൊക്കെയാണ് 3 തരത്തിലുള്ള കോണുകൾ? ഏതൊക്കെയാണ് വരുന്നത്? ഒന്നാമത്തെ ഒബ്റ്റ്യൂസ് ആംഗിൾ, അല്ലെ? ഒബ്റ്റ്യൂസ് ആംഗിൾ അഥവാ എന്താ വേറൊരു പേര് പറയാ? കോൺ. ഒബ്റ്റ്യൂസ് ആംഗിൾ അഥവാ ബൃഹത് കോൺ. അതിനെന്തായിരിക്കും? 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ അളവുകളുള്ള കോണുകളെയാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ അഥവാ ബൃഹത് കോൺ. രണ്ടാമത്തെയോ അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട് ആംഗിൾ അഥവാ ന്യൂനകോൺ. അക്യൂട്ട് ആംഗിൾ അഥവാ ന്യൂനകോൺ എന്താണ്? അതിനെ നമുക്ക് പറയാ ഡെഫിനിഷൻ, അല്ലെങ്കിൽ എന്താ നിർവചനം? 90 ഡിഗ്രിയേക്കാൾ കുറവുള്ള കോണുകൾ, 90 ഡിഗ്രിയേക്കാൾ മെഷർ കുറവുള്ള കോണുകളെയാണ് അക്യൂട്ട് ആംഗിൾ അഥവാ ന്യൂനകോൺ എന്ന് പറയുന്നത്. അതുപോലെയോ ഇനി എന്താ? റൈറ്റ് ആംഗിൾ അഥവാ എന്ത് പേര് പറയും? മട്ടകോൺ. റൈറ്റ് ആംഗിൾ അഥവാ മട്ടകോൺ. എന്താണ് റൈറ്റ് ആംഗിൾ അഥവാ മട്ടകോൺ? കറക്റ്റ് 90 ഡിഗ്രി അളവുള്ള കോണുകളെ പറയുന്ന പേരാണ് റൈറ്റ് ആംഗിൾ അഥവാ മട്ടകോൺ. ഇതൊക്കെ നമ്മൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ കോണുകളെ എല്ലാം ചിത്രത്തിന്റെ സഹായത്തോടു കൂടി എങ്ങനെയാണ് നമ്മൾ വേർതിരിച്ചറിയുന്നത്? വിരിവ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വേർതിരിച്ചറിയുക. രണ്ട് വരകൾ അവയുടെ വിരിവ് കൂടുതലാണെങ്കിൽ അത് ഒബ്റ്റ്യൂസ് ആംഗിളിൽ പെടും, വിരിവ് കുറവാണെങ്കിൽ അക്യൂട്ട് ആംഗിളിൽ പെടും. സ്ട്രെയിറ്റ് ആയിട്ടുള്ളത്, നേർരേഖയിലാണ് തിരശ്ചീനവും ലംബവുമായിട്ടുള്ള രേഖകൾ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻസ് കറക്റ്റ് നേർരേഖയിലാണ് നിൽക്കുന്നത്, സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ അത് റൈറ്റ് ആംഗിളിൽ പെടും. അങ്ങനെയാണ് ചിത്രത്തിന്റെ സഹായത്തോടു കൂടി നമ്മൾ കോണുകളെയെല്ലാം വേർതിരിച്ച് മനസ്സിലാക്കിയത്. അതോടൊപ്പം പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കോണുകൾ അളക്കുന്നത് എന്ന് പഠിച്ചു. പ്രൊട്രാക്ടറിന്റെ സഹായത്തോടു കൂടി തന്നിരിക്കുന്ന ചിത്രത്തിലെ കോണിന്റെ അളവ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. എങ്ങനെയാ പഠിച്ചേ? ഏത് ഭാഗത്തേക്കാണോ ഒരു കോൺ തന്നാൽ പ്രൊട്രാക്ടറിന്റെ സഹായത്തോടു കൂടി എങ്ങനെയാണ് നമ്മൾ അളക്കാനായിട്ട് പഠിച്ചത്? ഒന്നും കൂടെ സംശയം ഉണ്ടെങ്കിൽ അത് തീരാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഒരു കോണാണ് തന്നിരിക്കുന്നത് എങ്കിൽ, ഇങ്ങനെയുള്ള ഒരു കോൺ, ഒരു ചിത്രം തന്നിരിക്കുന്നു, ഈ ചിത്രത്തിന്റെ കോൺ അളവ് കണ്ടെത്തുക. എന്തുപയോഗിച്ച്? പ്രൊട്രാക്ടർ ഉപയോഗിച്ച് കോൺ അളവ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അളവ് കണ്ടെത്താൻ നമ്മൾ ഈ രണ്ട് വരകൾ കൂട്ടിമുട്ടിയ ബിന്ദു എവിടെയാണോ അല്ലെങ്കിൽ പോയിന്റ് എവിടെയാണോ അവിടെ നമ്മുടെ പ്രൊട്രാക്ടറിന്റെ സെന്റർ വെക്കുന്നു. രണ്ട് വരകൾ, മുകളിലത്തെ വരയും താഴത്തെ വരയും കൂട്ടിമുട്ടുന്ന സെന്റർ എവിടെയാണോ ആ സെന്റർ നമ്മളുടെ ഈ രണ്ട് വരകൾ കൂട്ടിമുട്ടിയ പോയിന്റിൽ വെക്കുന്നു.
കൂടാതെ വലതുവശത്തേക്കുള്ള വര നമ്മൾ വരച്ച വരയോട് കൂടി ചേർത്ത് വെക്കുന്നു. തെറ്റാതെ ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഏത് സ്കെയിലാണ് എടുക്കേണ്ടത്? അത് പലർക്കും പിന്നെയും തെറ്റുന്നുണ്ട്. ഏത് സ്കെയിലാണ് എടുക്കേണ്ടത്? എന്റെ അടിയിലത്തെ ഞാൻ വെച്ചിരിക്കുന്ന പ്രൊട്രാക്ഷൻ അല്ലെങ്കിൽ കോൺമാപ്പിന് വെച്ചിരിക്കുന്ന വര ഏത് ഭാഗത്തേക്കാണോ നീണ്ടു കിടക്കുന്നത് അവിടെ നിന്ന് 0 തുടങ്ങുന്ന സ്കെയില്, ആ ഭാഗത്ത് ഇപ്പൊ ഈ ഭാഗത്തേക്കാണ് നീണ്ടു കിടക്കണേ, അപ്പൊ ഈ വശത്ത് 0 തുടങ്ങുന്ന സ്കെയിൽ എടുക്കണം. അപ്പൊ താഴത്തെ സ്കെയിൽ എടുത്തിട്ട് ഏതിന്റെ നേരെയാണ് എന്റെ ഈ വര നിൽക്കുന്നത് എങ്കിൽ ആ അളവായിരിക്കും ഈ വരച്ചിരിക്കുന്ന കോണിന്റെ മെഷർ. 95 ഡിഗ്രിയാണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ വിരിവ് കൂടും തോറും അത് 90-നേക്കാൾ കൂടുതലായിരിക്കും, വിരിവ് കുറയും തോറും 90-നേക്കാൾ കുറവായിരിക്കും എന്നെങ്കിലും മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ ഈ രീതിയിൽ നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് തന്നിരിക്കുന്ന ചിത്രത്തിന്റെ കോണളവ് അല്ലെങ്കിൽ ആംഗിൾസ് മെഷർ കണ്ടെത്താനായിട്ട് പഠിച്ചു. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? ഒരു സർക്കിള് തന്നാൽ ആ സർക്കിളിനെ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് തുല്യ ഭാഗങ്ങളാക്കുന്നത്. ഒരു സർക്കിള് തന്നിട്ട് നിങ്ങളോട് പറയുകയാണ് അതിനെ 8 തുല്യ ഭാഗങ്ങളാക്കുക. അത് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ അതിനായിട്ട് പ്രധാനമായിട്ടും പഠിച്ചത് എന്താന്ന് വെച്ചാല് ഒരു സർക്കിൾ വരയ്ക്കാനൊക്കെ അറിയാം. തന്നിരിക്കുന്ന റേഡിയസില് സർക്കിൾ വരച്ച് അതിന്റെ സെന്റർ പോയിന്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ സെന്ററിന് ചുറ്റുമുള്ള കോണുകളുടെ അളവുകളുടെ തുക എന്തായിരിക്കും? എത്രയായിരിക്കും? എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. എപ്പോഴും ഒരു സർക്കിളിന്റെ അല്ലെങ്കിൽ ഒരു പോയിന്റിന്റെ ചുറ്റുമുള്ള കോണുകളുടെ അളവുകളുടെ തുക 360 ഡിഗ്രി ആയിരിക്കും. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് അഥവാ കോൺമാപ്പിനെ ഉപയോഗിച്ച് ഈ ഡിവിഷൻ ഈക്വൽ ആയിട്ട് നമ്മൾ സർക്കിളിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ എത്ര ഭാഗങ്ങളാണോ ആക്കാൻ പറഞ്ഞിരിക്കുന്നത്, ചോദ്യത്തില് സർക്കിളിനെ എത്ര ഭാഗങ്ങളാണോ ആക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ നമ്പർ കൊണ്ടാണ് ഞാൻ ഈ 360-നെ ഡിവൈഡ് ചെയ്യുന്നത്. 360 എന്നുള്ള സംഖ്യക്ക് വ്യത്യാസം വരില്ല. എത്ര ഭാഗങ്ങളാണോ ആക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ സംഖ്യ, പുറത്തുള്ള സംഖ്യയാണ് നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എത്ര ഭാഗങ്ങളാണോ ആക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ഉത്തരം എത്രയാണോ അത്രയും മെഷറുകളായിട്ടാണ് ഞാനിവിടെ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പിന്നീട് നമ്മൾ പഠിച്ചത് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ചിത്രങ്ങൾ ഉപയോഗിച്ച്, ടെക്സ്റ്റിൽ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, ആ ചിത്രങ്ങൾ അതേ അളവിൽ സ്കെയിലും പ്രൊട്രാക്ടറും ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് വരയ്ക്കാനാണ് പറഞ്ഞത്. അതും നമ്മൾ കൃത്യമായിട്ട് വരയ്ക്കാനായിട്ട് പഠിച്ചു, വരച്ചും കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് തന്നിരിക്കുന്ന അളവിൽ എങ്ങനെയാണ് കോണുകൾ വരയ്ക്കുന്നത്. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് എങ്ങനെയാണ് കോണുകൾ തന്നിരിക്കുന്ന അളവിൽ വരയ്ക്കുന്നത്. സെറ്റ് സ്ക്വയർ ഓർമ്മയുണ്ട്. സെറ്റ് സ്ക്വയർ നമ്മൾ 5-ാം ക്ലാസ്സിൽ സർക്കിളിനെ ഡിവൈഡ് ചെയ്യാൻ, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ 2 തരത്തിലുള്ള സെറ്റ് സ്ക്വയർ ഉണ്ട്. ആ സെറ്റ് സ്ക്വയറുകളിലെ ഓരോ സെറ്റ് സ്ക്വയറിനും 3 കോർണേഴ്സ് വീതമുണ്ട്. ആ കോർണറിലൊക്കെ നമുക്ക് ആംഗിൾസും ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ 2 തരത്തിലുള്ള സെറ്റ് സ്ക്വയറിലെ 3 കോർണറുകളിലുള്ള ആംഗിൾസ് നമ്മൾ ബൈഹാർട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത്ര 90 ഡിഗ്രി, 45 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രി. അതിൽ 90 തന്നെ 2 എണ്ണം ഉണ്ട്, അതുപോലെ 45-ഉം 2 എണ്ണം ഉണ്ട്. അങ്ങനെ ഈ മെഷറുകളാണ് ഉള്ളത്. ഈ മെഷറുകൾ നമ്മൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തന്നിരിക്കുന്ന അളവിൽ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് ആംഗിൾസ് വരയ്ക്കുന്നത്. അത് തന്നെ നമ്മൾ 75 വരച്ചു, 105 വരച്ചു, 135, 15 അങ്ങനെ 4 തരത്തിലുള്ള ആംഗിൾസ് വരച്ചു. പിന്നെ നിങ്ങളുടേതായ രീതിയിൽ ഓരോ മെഷറും എടുത്ത് നിങ്ങൾ വരച്ചു നോക്കൂ റഫായിട്ട്. നോട്ട് ബുക്കിൽ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ 4 പ്രോബ്ലംസ് നമ്മൾ വരച്ചു.
അപ്പോൾ 75 ഡിഗ്രിയാണ് കിട്ടേണ്ടത് എങ്കിൽ ഈ തന്നിരിക്കുന്ന അളവിൽ ഏതൊക്കെ കൂട്ടിയാൽ അഥവാ കുറച്ചാലാണ് എനിക്ക് ഈ തന്നിരിക്കുന്ന മെഷറുകളിൽ നമുക്ക് അറിയാവുന്ന ഈ മെഷറുകളിൽ ഏതൊക്കെ തമ്മിൽ കൂട്ടിയാലാണ് അല്ലെങ്കിൽ കുറച്ചാലാണ് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഇപ്പൊ 75 ആണ് കിട്ടേണ്ടത് എങ്കിൽ ഇതിൽ ഏതൊക്കെ കൂട്ടിയാൽ എനിക്ക് 75 കിട്ടും, അല്ലെങ്കിൽ ഏതൊക്കെ കുറച്ചാൽ ചിലപ്പോൾ കൂട്ടേണ്ടതായിരിക്കും, ചിലപ്പോൾ കുറയ്ക്കേണ്ടതായിരിക്കും. അങ്ങനെ ഏതൊക്കെ കൂട്ടിയാലാണ് നമുക്ക് 75 കിട്ടുന്നത് എന്ന് നമ്മൾ നോക്കിയിട്ട് ആ രണ്ട് മെഷറുകൾ, ഇപ്പോൾ ഇത് ഇവിടെ 75 ആണെങ്കിൽ 45 ആൻഡ് 30 ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആ 45ഉം 30യും വരുന്ന കോർണറുകൾ ഏതാണ് എന്ന് നമ്മൾ സെറ്റ് സ്ക്വയറിൽ നിന്ന് മനസ്സിലാക്കി അത് ഉപയോഗിച്ചിട്ട് ആ കോർണർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ 75 ഡിഗ്രി വരയ്ക്കുന്നത്. അത് ആദ്യം വരച്ച കോണിന്റെ പുറത്ത് രണ്ടാമത്തെ മെഷർ വരയ്ക്കുകയാണ് ചെയ്യുക, കൂട്ടുള്ളൂ. കുറച്ചിട്ടാണ് കിട്ടുന്നത് എങ്കിൽ നമ്മുടെ 15 ഡിഗ്രി 15 ഡിഗ്രി വരച്ചു. എന്ത് ആദ്യം തന്നെ 45 ഡിഗ്രി വരച്ച് 30 ഡിഗ്രി അതിന്റെ ഉള്ളില് 30ന്റെ കോർണർ വരച്ചിട്ടാണ് നമ്മൾ 15 ഡിഗ്രി വരച്ചത്. അങ്ങനെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ടും തന്നിരിക്കുന്ന അളവിൽ നമ്മൾ എന്ത് വരച്ചു? കോണുകൾ വരച്ചു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ചിത്രത്തിലെ നമ്മുടെ സർക്കിളില് ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഷെയ്ഡ് ചെയ്തത് ഇത്ര ഡിഗ്രിയാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നിരിക്കുന്നു ചോദ്യത്തില്. അതിന്റെ ഫ്രാക്ഷൻ ഫോം എഴുതുക. അതായത് ആകെയുള്ളതിന്റെ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്നത്. ഒരു സർക്കിളില് നമുക്ക് ചിലപ്പോ 20 ഡിഗ്രി ആംഗിൾസ് മെഷർ ഇത് ഞാൻ ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്നത്. ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആകെയുള്ള സർക്കിളിന്റെ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പൊ ഭാഗം, പാർട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഏത് രൂപത്തിലാണ് ആൻസർ കൊടുക്കേണ്ടത്? ഫ്രാക്ഷൻ രൂപത്തിലാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് 20 ഡിഗ്രി എന്നുള്ള അളവ് അത്രയും ഭാഗമാണ് ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്നത്. ആകെയുള്ളതിന്റെ എത്ര ഭാഗം എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സർക്കിളിന്റെ അല്ലെങ്കിൽ ഒരു പോയിന്റിന്റെ ചുറ്റുമുള്ള കോണുകളുടെ അളവുകളുടെ തുക എത്രയാണ്? ആകെ എത്രയാണ് ആംഗിള്? 360 ഡിഗ്രി ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഫ്രാക്ഷൻ എഴുതുമ്പോ ആകെയുള്ളത് എത്ര? അതെപ്പോഴും ഡിനോമിനേറ്റർ അല്ലേ എഴുതുന്നത്, താഴെയല്ലേ എഴുതുള്ളൂ. അതെ, തന്നിരിക്കുന്നത് എത്രയാണോ അതാണ് നമ്മൾ മുകളിൽ എഴുതുന്നത്. അപ്പോ ആകെയുള്ളതിന്റെ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ നമ്മൾ എഴുതേണ്ടത് എന്താണ്? തന്നിരിക്കുന്നത് എത്രയാണോ, എത്ര ഭാഗമാണോ ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്നത് അത് ന്യൂമറേറ്ററിലും ആകെയുള്ള ആംഗിളിന്റെ മെഷർ, ആകെയുള്ളത് എന്ന് വെച്ചാൽ എന്താ? ഈ സെന്റർ പോയിന്റിന്റെ ചുറ്റുമുള്ള കോണുകളുടെ തുക, ആ സം ഓഫ് ആംഗിൾസ്, ഈ പോയിന്റിന്റെ ചുറ്റുമുള്ള ആംഗിളിന്റെ ആകെ തുക എത്രയാണ്? അത് എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. അതാണ് നമ്മൾ ഏതിന്റെ സ്ഥാനത്ത് എഴുതേണ്ടത്? ഡിനോമിനേറ്ററിന്റെ സ്ഥാനത്ത്. ഓക്കെ, അപ്പൊ ഫ്രാക്ഷൻ രൂപത്തിൽ നമുക്ക് കിട്ടി. പക്ഷെ ഇതുപോലെ ആൻസർ എഴുതിയാൽ മതി എന്നാണോ പറഞ്ഞേ കഴിഞ്ഞ ക്ലാസ്സിൽ? അല്ല. എന്താണ് ഇതിന്റെ ലഘുരൂപം അഥവാ ലോവസ്റ്റ് ഫോം? അത് കണ്ടെത്തി എഴുതിയാലേ നമുക്ക് പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്ക് ലഭിക്കുള്ളൂ. അപ്പൊ ഇതിന്റെ ലോവസ്റ്റ് ഫോം കാണാനാണ് ഈ ഫ്രാക്ഷൻ എഴുതാൻ എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന അളവ് എന്താണോ അത് മുകളിൽ എഴുതി ആകെയുള്ളത് നമ്മൾ വരയ്ക്കാൻ സർക്കിൾ ഡിവിഷനിൽ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട് 360 ഡിഗ്രി ആണെന്ന്. അപ്പൊ അത് ഡിനോമിനേറ്ററിൽ എഴുതി കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇതുവരെ എഴുതാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ ഇതിൽ നിന്ന് ഇതിന്റെ ലോവസ്റ്റ് ഫോം അഥവാ ലഘുരൂപം കാണാനാണ് ബുദ്ധിമുട്ട്, അല്ലെ? കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുക? നമ്മൾ ഇതിന്റെ വൻ പൊതുഘടകം അഥവാ HCF കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഇതിന്റെ ലഘുരൂപം കണ്ടെത്തിയത്. അതെങ്ങനെ ഒന്നും കൂടെ പറയൂ കേട്ടോ. അത് കുറച്ച് സ്റ്റെപ്സ് നമുക്ക് ചെയ്യാനുണ്ട്, കുറച്ച് വഴികൾ ചെയ്യാനുള്ളത് കൊണ്ടാണ് ഒന്നും കൂടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന്റെ റിപ്പീറ്റ് ചെയ്ത് പറയണത്. എങ്ങനെയാണ് നമ്മൾ HCF അഥവാ വൻ പൊതുഘടകം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും ഫാക്ടേഴ്സ്, ഘടകങ്ങൾ കണ്ടെത്തുക. ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്റർ നമ്പറിന്റെയും ഫാക്ടേഴ്സ് അഥവാ
ഘടകങ്ങൾ കണ്ടെത്താം. മുകളിലത്തെ നമ്പറിന്റെയും താഴത്തെ നമ്പറിന്റെയും ഘടകങ്ങൾ കണ്ടെത്തുക. എങ്ങനെയാണ്? അതാ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്തിട്ട് ഘടകങ്ങളാക്കിയിട്ട് ഇതേപോലെ നമ്മൾ ഘടകങ്ങളാക്കിയിട്ട് കണ്ടെത്തും. ഇനി 5 എന്നുള്ള സംഖ്യയിൽ 5 മാത്രമേ പോകുള്ളൂ. അപ്പൊ ഇതാ ഇവിടെ വെച്ച് നമുക്ക് നിർത്താൻ സാധിക്കും. അടുത്ത സംഖ്യ അതേ താഴെയുള്ള ഡിനോമിനേറ്റർ സംഖ്യയെ ഞാൻ ഇതേപോലെ ഫാക്ടറൈസ് ചെയ്യാൻ പോവാണ്. 2 ഡിവൈഡ് ചെയ്ത് നോക്കി. 360നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയപ്പോ എത്രയാണ്? നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ് വർക്കിംഗ് കോളത്തിൽ. ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഫാക്ടേഴ്സ് എഴുതാനായിട്ട് 5ാം ക്ലാസ്സിൽ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എങ്കിലും പെട്ടെന്ന് ഫാക്ടേഴ്സ് കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിൽ എന്താ ചെയ്യേണ്ടത്? 360നെ വർക്കിംഗ് കോളത്തില് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. അപ്പോഴോ 1 2 is 2 ഒരു പ്രാവശ്യം പോയി. അടുത്ത സംഖ്യ ഇറക്കിയിട്ടു 16. എത്ര പ്രാവശ്യം പോവാ? ടേബിള് പഠിച്ചാലേ അറിയുള്ളൂ കേട്ടാ. 0 ഈ 0 താഴേക്ക് ഇറക്കിയിട്ടു. 0 divides to 0. അപ്പൊ എത്ര പ്രാവശ്യമാണ് കിട്ടിയത് നമുക്ക്? 180 അഥവാ 180. Again we can divide with 2. ഇതേ രീതിയിൽ തന്നെ 180നെ 2 കൊണ്ട് ഹരിച്ചു നോക്കുക. അപ്പൊ എത്രയാണ് കിട്ടുക? 9 times. Again 2 45. Then 3 5 അല്ലെ? 5 ഇവിടെ കിട്ടുക. അത് ക്ലിയർ ആവുന്നില്ലേ? 5 താഴെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ന്യൂമറേറ്റർ നമ്പറിന്റെയും ഫാക്ടേഴ്സ് കണ്ടെത്തി, ഡിനോമിനേറ്റർ നമ്പറിന്റെയും ഫാക്ടേഴ്സ് കണ്ടെത്തി. അതൊന്നും കൂടെ അറിയാനായിട്ട് നമ്മൾ എഴുതി 20 is equal to 2 into 2 into 5. ഏതൊക്കെയാണ് നമുക്ക് സൈഡിൽ ഫാക്ടേഴ്സ് കിട്ടിയത്? അത് ഇൻറ്റു എഴുതി നമ്മൾ. അതേപോലെ താഴെയുള്ള 360 എന്നുള്ള സംഖ്യക്ക് എത്രയാണ് വരിക? 3 2കൾ വരുന്നില്ലേ? അപ്പൊ 2 into 2 into 2 into പിന്നെ എന്തൊക്കെയാ വന്നേ? 2 3കളും ഒരു 5ഉം. അപ്പൊ 2 3കളും ഒരു 5ഉം നമ്മൾ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതി. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം? HCF കണ്ടെത്താനായിട്ട് അഥവാ 1 പൊതു ഘടകം കണ്ടെത്താനായിട്ട് എന്താ ചെയ്യുക? 1 പൊതു ഘടകം കണ്ടെത്താനായിട്ട് ഇതിൽ കോമൺ പൊതുവായിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് ഇങ്ങനെ ഞാൻ സർക്കിൾ ചെയ്തു. അപ്പൊ 2 പിന്നെ എന്താണ്? ഒരു 5ഉം കൂടെ വരുന്നുണ്ട് അല്ലേ? ആ 5ഉം കൂടെ ഞാൻ ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതി. ഒരു 2 പിന്നെയും ഒരു 2 ഉണ്ട്. പിന്നെ 2ലും 5ഉം വരുന്നുണ്ട്. അപ്പൊ ആ സംഖ്യകൾ ഏതൊക്കെയാണോ ആ സംഖ്യകൾ മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് എത്രയാണോ കിട്ടുന്നത്? 2 into 2 into 5 എത്രയാ വരുന്നേ നോക്കിയപ്പോ 20 ആണ് വരുന്നത് അല്ലെ? ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഞാൻ മലയാളത്തിൽ കൂടി എഴുതിയേ ഉള്ളൂ കേട്ടോ. അപ്പോ പൊതുവായിട്ട് വരുന്ന ഈ ഫാക്ടേഴ്സ് ആക്കേണ്ടതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരിക. അത് ഒരുപാട് നമ്പറുകൾ എടുത്ത് 5ാം ക്ലാസ്സിൽ പഠിച്ചു വെക്കും. ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാകും. ഓരോ നമ്പറുകൾ ഇതുപോലെ എടുത്ത് നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് റഫ് ബുക്കിൽ ശീലിക്കണം. എന്നാലേ പെട്ടെന്ന് ചെയ്തു പോകാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അങ്ങനെ കിട്ടിയപ്പോ നമുക്ക് 20 ആണ് കിട്ടിയത്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് HCF എന്താണോ കിട്ടിയത് അതിനെയാണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയ ആൻസർ ആയ 20/360 എന്നുള്ള ഒരു ഫ്രാക്ഷൻ നമുക്ക് കിട്ടിയില്ലേ? അതിന്റെ ലോവസ്റ്റ് ഫോം കാണാനാണ് നമ്മൾ ഈ സ്റ്റെപ്സ് ഒക്കെ ചെയ്തത്. ആ എത്രയാണോ HCF കിട്ടിയത് ആ സംഖ്യ കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യണം. അപ്പോ 20നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 360 ഡിവൈഡ്സ് 20 എത്രയാണെന്നുള്ളത് നമ്മൾ വർക്കിംഗ് കോളത്തിൽ പോയി നോക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 18 എന്ന് കിട്ടും. ഓക്കെ, 18 ആണോ കിട്ടുക? 360 divides 20. അപ്പോ ഇങ്ങനെയാണ് നമുക്ക് ലഘുരൂപം കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെ 2 പ്രോബ്ലംസ് ഇതുപോലത്തെ നമ്മൾ എന്ത് ചെയ്തു? ക്ലാസ്സിൽ വെച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ചെയ്തു. പിന്നെ 2 എണ്ണം നിങ്ങളോട് ചെയ്തു വരാനായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നമ്മൾ ഒരു 20യുടെയും 24ന്റെയും ആണ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തത്.
അല്ലെ? ഇനി രണ്ടെണ്ണം ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞത് അതില് സി എന്നുള്ള ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ടെക്സ്റ്റ് ബുക്കും കൂടെ നോക്കുക. സി എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്നത് 54 അല്ലേ? യെല്ലോ കളറിൽ ചെയ്ത് തന്നിരിക്കണേ. ഈ കണക്കുമാണ് ഹോംവർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞത് അല്ലേ? അതെ, അതിന്റെ ആൻസേഴ്സ് ആണ് ഞാനിപ്പോ എഴുതാൻ പോകുന്നത് കേട്ടോ. 54 ഡിഗ്രി. അപ്പൊ ഇതേ രീതിയിൽ തന്നെ ഭംഗിയിൽ നിങ്ങളോട് ഞാൻ നോട്ട് ബുക്കിലേക്ക് വരയ്ക്കണം, എന്നിട്ട് ഇതേ കളർ തന്നെ നിങ്ങൾക്ക് നോട്ട് ബുക്കിലേക്ക് അടിക്കണം എന്ന് പറഞ്ഞു അല്ലെ? കളർ ചെയ്യണമെന്നും പറഞ്ഞു. അത് ക്രയോൺസോ അല്ലെങ്കിൽ എന്തോ പെൻസില്, കളർ പെൻസിലോ ഉപയോഗിച്ചിട്ട് മതി, അല്ലാതെ സ്കെച്ചോ വാട്ടർ കളറോ ഒന്നും പാടില്ല. അപ്പുറത്തെ പേജില് അത് പടരും. അപ്പൊ അത് നമ്മുടെ നോട്ട്ബുക്ക് നീറ്റ്നെസ് കുറയും. അപ്പൊ ഈ കണക്ക് സി ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. സർക്കിള് വരച്ച് അതിലെന്താണ് 54 ഡിഗ്രി ആണ് ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്ന ഭാഗം ആകെയുള്ള സർക്കിളിന്റെ എത്ര, മൊത്തമുള്ള ഈ സർക്കിളിന്റെ എത്ര ഭാഗമാണ് അല്ലെങ്കിൽ എത്ര പാർട്ടാണ് 54 ഡിഗ്രി. അപ്പൊ പാർട്ട് അഥവാ ഭാഗമാണ് ചോദിച്ചത് എങ്കിൽ ആൻസർ ഏത് രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്? അതെ, എങ്ങനെയാ? തന്നിരിക്കുന്ന മെഷർ എത്രയാണോ അത് അംശമായിട്ടും ഇതിന്റെ മൊത്തം ആംഗിൾസ് മെഷർ ടോട്ടൽ എത്രയാണ് എന്ന് നോക്കണം. അത് എപ്പോഴും എത്രയും വരുന്ന ടീച്ചർ പറഞ്ഞേ? ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ 360 ഡിഗ്രിയാണ് എഴുതുക. അപ്പൊ അംശം 54 ഡിഗ്രി അഥവാ ന്യൂമറേറ്റർ നമുക്ക് തന്നിരിക്കുന്ന ഷെയ്ഡ് ചെയ്ത ഭാഗം എത്രയാണോ അതും ഡിനോമിനേറ്റർ മൊത്തമുള്ള ആംഗിൾസ് മെഷർ എത്രയാണോ ഈ പോയിന്റിന് ചുറ്റുമുള്ള ആകെ ആംഗിൾസ് മെഷർ എത്ര അതാണ് ഡിനോമിനേറ്റർ ആയിട്ട് എഴുതേണ്ടത്. അപ്പൊ 54/360 എന്ന് കിട്ടി. അതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോ. ഇനി ഇതിന്റെ ലോവസ്റ്റ് ഫോം കാണുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ പണിയൊക്കെ ചെയ്യേണ്ടത്. എന്ത് പണി? ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം, ഇതിനെയും ഫാക്ടറൈസ് ചെയ്യണം, എന്നിട്ട് കോമൺ ഫാക്ടർ എന്താണെന്ന് കാണണം. ആ കോമൺ ഫാക്ടറുകളെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഉത്തരത്തിനെ വീണ്ടും താഴേക്കും മുകളിലേക്കും നമ്പറോട്ട് ഡിവൈഡ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യണം. അപ്പൊ ഇതുവരെ ചെയ്തത് നമുക്ക് ഈ പാഠഭാഗത്തില് വലിയ കുഴപ്പമില്ലാതെ അങ്ങ് ചെയ്യാനായിട്ട് വരയ്ക്കാനൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇവിടെയാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, ഡിവിഷൻ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത്. കഴിഞ്ഞ വർഷം പഠിച്ച പാഠഭാഗത്തിന്റെ HCF, LCM അഥവാ വൻ പൊതുഘടകം, ചെറു പൊതുഗുണിതം ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെയാണ്. അപ്പൊ കഴിഞ്ഞ കൊല്ലം തന്നെ ടീച്ചർമാര് പറഞ്ഞിട്ടുണ്ടാവും എന്ത്? HCFും LCMും പഠിക്കുമ്പോ നന്നായിട്ട് പഠിച്ചോളൂ, മനസ്സിലാക്കിക്കോളൂ, നമുക്ക് അടുത്ത വർഷം ആവശ്യമുണ്ട്. മാത്സ് അല്ല, ഏത് സബ്ജക്റ്റ് ആയാലും അതെ, നമ്മള് 5ല് പഠിക്കണേന്റെ തുടർച്ചയാണ് 6ല് പഠിക്കുക, അതിന്റെ തുടർച്ചയാണ് 7ല് പഠിക്കുക. അങ്ങനെയാണ് പോണത്. അപ്പൊ മാത്സ് കഴിഞ്ഞ വർഷം പഠിച്ചത് അവിടെ ഇട്ടേച്ച് പോകും. ഇനി ആവശ്യമില്ല എന്ന് വിചാരിക്കേണ്ട, നമുക്ക് ആവശ്യകതയുണ്ട്, ഇവിടെ ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? 54ന്റെ ഫാക്ടേഴ്സ് ഞാൻ കണ്ടെത്തുന്നു. ഇതേ രീതിയിൽ തന്നെ ഫാക്ടറൈസ് ചെയ്ത് പഠിക്കണം. അപ്പൊ പെട്ടെന്ന് 2 ഫാക്ടർ ആണോ എന്നുള്ളതൊക്കെ എങ്ങനെയാ അറിയാം? കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടാവും. തന്നിരിക്കുന്ന നമ്പറിന്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം ഇരട്ട സംഖ്യയാണെങ്കിൽ അത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. വൺസ് പ്ലേസിലുള്ള ഡിജിറ്റ് ഈവൺ നമ്പർ ആണെങ്കിൽ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് പെട്ടെന്ന് ഞാൻ ടീച്ചർ എഴുതുന്ന പോലെ അടിയിൽ വേഗം എഴുതാൻ പറ്റില്ല നിങ്ങൾക്ക്. നിങ്ങൾ എന്ത് ചെയ്യണം? 54നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വർക്കിംഗ് കോളത്തിൽ നോക്കുക. അപ്പോൾ എന്താണ് ഉത്തരം കിട്ടുന്നത്? അത് അടിയിൽ എഴുതുക. പിന്നെ വീണ്ടും അതിനെ 2 കൊണ്ടോ 3 കൊണ്ടോ ഏതാ സംഖ്യ പോണെങ്കിൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ ഇവിടെ എനിക്ക് 27 എന്ന് കിട്ടി. ടീച്ചർക്ക് വേഗം കിട്ടുന്നുണ്ട്. കാരണം എന്താ? ടീച്ചർ ഇങ്ങനെ ചെയ്ത് കുറെ ശീലമുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്കും അതെ, ഓരോ നമ്പർ എടുത്ത് നിങ്ങൾ തന്നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് വർക്കിംഗ് കോളത്തിൽ കൊണ്ടുപോയിട്ട് ഡിവൈഡ് ചെയ്യാതെ തന്നെ എനിക്ക് ഇവിടെ വെച്ച് ചെയ്യാൻ പറ്റും. കാരണം എന്താ? 5 എന്നുള്ള സംഖ്യ 2ന്റെ ഗുണനപ്പട്ടികയിൽ എത്ര പ്രാവശ്യം ഉള്ളൂ? 2 × 2 4. അപ്പൊ 1 ബാക്കിയുണ്ട്. അത് പറയാനായിട്ട് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾ 1 ഇട്ടിട്ടൊക്കെ നിങ്ങൾക്ക് ശീലിക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാക്കിയുള്ളത് 14. 14ൽ 2 എത്ര പ്രാവശ്യം ഉള്ളൂ? 7 പ്രാവശ്യം. അങ്ങനെ മനക്കണക്കായിട്ട് കുറെ കഴിയുമ്പോൾ ചെയ്യാൻ പറ്റും, ശീലിക്കുന്നവർക്ക് മാത്രം കേട്ടോ. വീണ്ടും 2 പോവോ എന്ന് നോക്കി. ഒറ്റയുടെ സ്ഥാനത്ത് അഥവാ വൺസ് പ്ലേസിൽ ഈവൺ നമ്പർ അല്ല,
ഇരട്ട സംഖ്യയല്ല, ഒരു സംഖ്യയിലേ കിടക്കണേ. അപ്പൊ again we can divide this one, not allowed to divide this one in 2. So next number 3 we can take. Then we want to how many times? So 3 multiplied by which number? We got it 27. That is 9. Using multiplication table we can easily find out its answer is 9. Then again we can divide this number with a, it's not a 2 because this one is an odd number. So we can take 3. അല്ലേ? 9 എന്ന് പറയുന്നത് 2ന്റെ ഗുണനപട്ടികയിലില്ല. കാരണം എന്താ? 9 എന്ന് പറയുന്നത് ഇരട്ട സംഖ്യയാണ്. അതെനിക്ക് 2ന്റെ ഗുണനപട്ടികയിൽ ഇല്ലാത്തതുകൊണ്ട് we can take 3 times. So this much only in the case of 54. Then we can take next number 360 എന്നുള്ളത് എല്ലാ നമ്പറിനും നമുക്ക് ആവശ്യമുള്ളതാണ്. കാരണം ഇത് എഴുതണതിന്റെ ഡിനോമിനേറ്റർ ഛേദം എപ്പോഴും 360 തന്നെയായിരിക്കും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 180. Again we can divide with 2, 90. Again 245. Then next number 3 we can take because 5 is an odd number. We can't able to divide this 45 into 2. Then next number 3 we can take. So we got it 50. Again 5 times. Then this way we want to write 54 is equal to, what are the factors of the side writing numbers? 2 into 3 into 3 into 3. ഈ സൈഡിൽ എഴുതിയിരിക്കുന്ന നമ്പറുകളെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതാണ് ഈ 54ന്റെ ഫാക്ടേഴ്സ്. അപ്പൊ എന്താണ്? 2 into 3 into 3 into 3. ഇതല്ലേ ഫാക്ടേഴ്സ് ചെയ്തവർക്ക് കിട്ടിയത്? അതെ. അടുത്തത് 360. അടുത്ത നമ്പർ എഴുതി ഇതേ രീതിയിൽ സ്റ്റെപ്പ് എഴുതി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എഴുതണം. ടീച്ചർക്ക് ഇതിന്റെ അടിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ആ ഫാക്ടേഴ്സ് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അടിയിലാണ് ഈ നമ്പറുകളൊക്കെ എഴുതി എഴുതേണ്ടത് കേട്ടോ. ഇവിടെ അടിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ടീച്ചർ സൈഡിൽ എഴുതുന്നേ എഴുതി. നിങ്ങൾ എന്ത് ചെയ്യണം? താഴേക്കാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എഴുതേണ്ടത് നോട്ട്ബുക്കിൽ. 360 is equal to 2 into 2 into 2 into 3 into 3 into 5 അല്ലേ വരുന്നേ? ഇനി കോമൺ ഫാക്ടേഴ്സ് രണ്ടിലും കൂടിയുള്ളത് ടീച്ചർ സർക്കിൾ ചെയ്തിട്ട് ഞാൻ അറിയുന്നു. പിന്നെ എന്താണ്? 2 ഇല്ല, 3 ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്തു? 3. ഈ 3 ഏത് 3 വേണമെങ്കിൽ ആവാം ടീച്ചർ. ഇവിടുന്ന് ഒരു 3 ഞാൻ അങ്ങോട്ട് ക്ലബ് ചെയ്തെടുത്തു. ആ 3യും എടുത്തു. അപ്പൊ ഒരു 2ഉം ഒരു 3 ഇനിയില്ലേ 3 ഊലോ ഒരു 3യും കൂടി എനിക്ക് വരുന്നുണ്ടല്ലോ. അതെ, ഒരു 3യും കൂടി വരും. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് വന്നത്? എന്താ? HCF is equal to 2 into 3 into 3. അതായത് 1 പൊതുഘടകം എന്നാണ് മറ്റൊരു മലയാളം മീഡിയം എഴുതേണ്ടത് കേട്ടോ. 1 പൊതുഘടകം is equal to 2 into 3 into 3. ത്രിനിലെ വരുന്നുള്ളൂ 2 3കളും ഒരു 2കളും ഇല്ലേ കോമൺ ഫാക്ടർ ആയിട്ട് നമുക്ക് വന്നുള്ളൂ. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണ് കിട്ടണേ നോക്കൂ. 3 3s are 9, 9 2s are 18. 18 അല്ലേ ആൻസർ കിട്ടിയത്. എന്ത്? HCF അഥവാ 1 പൊതുഘടകം. അതിനെ ഞാൻ എന്ത് ചെയ്തു? ആ കിട്ടിയ HCFനെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? എന്നിട്ട് എത്രയാണ് ഉത്തരം കിട്ടണത് എന്ന് നോക്കണം. അതായത് 54 divides 18 അല്ലേ നമുക്ക് അംശത്തില് അല്ലെങ്കിൽ ന്യൂമറേറ്ററിൽ ഡിവൈഡ് ചെയ്യേണ്ടത്. ഡിവൈഡ് ചെയ്ത് നോക്കി. അപ്പൊ എത്രയാ? 18 3s ആണെന്ന് തോന്നണേ അല്ലേ? ചെയ്ത് നോക്കി നോക്കൂ. 18 into 3 അല്ലേ വരണേ? 54. യെസ്. അപ്പൊ 18 into 3 ചെയ്ത് നോക്കി എനിക്ക് 0 കിട്ടി. അപ്പൊ എന്തായി? ന്യൂമറേറ്റർ 3 കിട്ടി. ഇനി ഡിനോമിനേറ്ററിൽ എത്രയാ വരണ്ടേ എന്നാണ് നോക്കേണ്ടത്. അത് 360 divides 18 നോക്കാം. 360 ഹരണം 18 അതല്ലേ ഡിനോമിനേറ്ററിൽ അല്ലെങ്കിൽ ഛേദത്തിൽ നോക്കേണ്ടത്. എത്ര പ്രാവശ്യമാണ് പോണത്? 3 പ്രാവശ്യമാണോ? അല്ല, 2 പ്രാവശ്യമല്ലേ പോണേ. 36ലെ 2 പ്രാവശ്യം സബ്ട്രാക്ട് ചെയ്തു 0. ഈ 0 divides 18 0. എത്ര കിട്ടി? 30/20 ആണ് കിട്ടിയത് ആൻസർ. അതാണ് 54/360യുടെ ലോവസ്റ്റ് ഫോം അഥവാ ചെറിയ രൂപം. 30/20 ആണ് കിട്ടിയത്. എന്ത്?
ഷെയ്ഡ് ചെയ്തത്, അതായത് മൊത്തം ഇതിൽ 20 ഭാഗങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം അല്ലെ, അതിന്റെ 3 ഭാഗം കൂടിയതാണ് ഈ 54 ഡിഗ്രി എന്നാണ് പറയുന്നത്. അപ്പൊ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഫ്രാക്ഷൻ ആണ് 3/20 എങ്കിൽ ആകെ 20 ഭാഗങ്ങളാക്കിയിട്ടാണ് നമ്മൾ ഈ സർക്കിളിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ ഡിനോമിനേറ്റർ തന്നതിന്റെ അർത്ഥം. അതിൽ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? മുകളിലത്തെ നമ്പർ എത്രയാണോ അത്രയും ഭാഗമാണ് ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പൊ 3/20 ഭാഗമാണ് ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്നത്. എങ്കിൽ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗമാണ് ചോദ്യമെങ്കിലോ? 3/20 ഭാഗം ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്നു എങ്കിൽ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം എത്രയായിരിക്കും? 20 ബാക്കിയുള്ള ഭാഗം എത്രയാണ്? 20 3 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത് എങ്കിൽ 20 എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്യാത്തത്? ആകെ എന്റെ കയ്യില് 20 കേക്ക് കഷ്ണം ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയാം, എന്റെ കയ്യിൽ 20 കേക്ക് കഷ്ണമാണുള്ളത്. അതിലെ 2 ഞാൻ കഴിച്ചു. 20 2 കഷ്ണം ഞാൻ കഴിച്ചു. അപ്പോൾ അതിന്റെ ഫ്രാക്ഷൻ എങ്ങനെയാ പറയാ? ആകെയുള്ളതിന്റെ എത്ര ഭാഗമാണ് ടീച്ചർ കഴിച്ചത്? ഭാഗം എന്ന് പറഞ്ഞാൽ ആകെ 2 എന്നാണ് ഉത്തരം പറയാ? അല്ല, ഭാഗം എന്ന് ചോദിച്ചാൽ എങ്ങനെയാ ഉത്തരം പറയാൻ പാടുള്ളൂ? ഫ്രാക്ഷൻ രൂപത്തിൽ, ഭിന്നസംഖ്യാ രൂപത്തിലാണ് ഉത്തരം പറയാൻ പാടുള്ളൂ. അപ്പോൾ ആകെ 20 കേക്ക് കഷ്ണം ഉണ്ടായതിൽ 2 കഷ്ണം ഞാൻ കഴിച്ചാൽ ആകെയുള്ളതിന്റെ എത്ര ഭാഗമാണ് ഞാൻ കഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എന്താ ഉത്തരം പറയാ? 2/20 അല്ലേ പറയാ? ഞാൻ എത്രയാണോ കഴിച്ചത് അത് മുകളിലും ആകെ എത്ര കേക്ക് കഷ്ണങ്ങളാണോ ഉണ്ടായിരുന്നത് അത് താഴെയുമാണ് പറയുക. ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഒരു റെക്ടാങ്കിളോ അല്ലെങ്കിൽ സർക്കിളൊക്കെ വരച്ച് ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങളോട് പറയാണ് ഷെയ്ഡ് ചെയ്ത് അതിന്റെ ഫ്രാക്ഷൻ എഴുതൂ, ഭിന്നസംഖ്യ എഴുതൂ. അപ്പൊ 4/6, 2/3 എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ. 20 കേക്ക് കഷ്ണം ഉണ്ടായിരുന്നു, അതിൽ 2 ഭാഗം ഞാൻ കഴിച്ചാൽ എത്ര ഭാഗമാണ് ആകെയുള്ളത്? 2 കഷ്ണമാണ് ഞാൻ കഴിച്ചത് എങ്കിൽ ആകെയുള്ളതിന്റെ എത്ര ഭാഗമാണ് കഴിച്ചത് എന്ന് ചോദിച്ചാൽ 2/20. അപ്പൊ ബാക്കി എത്രയാ? 20 എണ്ണത്തിലെ 2 കഷ്ണം ഞാൻ എടുത്താൽ ബാക്കി എത്രയുണ്ട്? 18. അപ്പൊ 18 ഭാഗമാണ് എനിക്ക് 18 കേക്ക് കഷ്ണം ബാക്കിയിരിക്കണേ. എനിക്ക് ആ ബാക്കിയുള്ളത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് ഇല്ലേ? അങ്ങനെ അപ്പൊ 18 ഭാഗങ്ങളാണ് അവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ 18 കഷ്ണങ്ങളാണ് അവിടെ ഇരിക്കുന്നത് എങ്കിൽ ആകെയുള്ളതിന്റെ എത്ര ഭാഗമാണ് ബാക്കിയുള്ളത് എന്ന് ചോദിച്ചാൽ, ഭാഗം അല്ലെങ്കിൽ പാർട്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയും ഉത്തരം പറയാൻ പാടുള്ളൂ? ഫ്രാക്ഷൻ രൂപത്തിലേ പറയാൻ പാടുള്ളൂ. അപ്പോൾ 2/20 ഭാഗം ടീച്ചർ കഴിച്ചു, ബാക്കി എത്ര ഭാഗങ്ങളാ ബാക്കിയുള്ളത്? 18/20. 18 എന്ന് പറഞ്ഞാൽ പോരാ, 18/20 എന്നേ ഉത്തരം പറയാൻ പാടുള്ളൂ. ആകെയുള്ളത് കേക്കിന്റെ കഷ്ണം അല്ലെങ്കിൽ ആകെയുള്ളത് എത്രയാണോ അത് ഡിനോമിനേറ്ററിൽ ഛേദത്തിന്റെ ഭാഗത്തും എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്ത് തന്നേക്കണേ അല്ലെങ്കിൽ എത്ര ഭാഗമാണ് ഞാൻ എടുത്തത് അത് ന്യൂമറേറ്റർ അഥവാ അംശത്തിന്റെ ഭാഗത്ത് എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ 3/20 ഭാഗം ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ഭാഗം ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതാണ് 3 ഭാഗം. ആകെ 20 ഭാഗം ഉണ്ടായിരുന്നു. അതൊക്കെ ഭാഗങ്ങൾ ഞാൻ ഡിവൈഡ് ചെയ്ത് തന്നിട്ടില്ല, നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടില്ല. 20 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, അതിലെ 3 ഭാഗമാണ് ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്നത് എങ്കിൽ അതിന്റെ ഫ്രാക്ഷൻ ആണ് നമുക്ക് കിട്ടിയത്. 3/20 ഭാഗം ഷെയ്ഡ് ചെയ്തു എങ്കിൽ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം എത്രയായിരിക്കും? 20 3 ഭാഗം കഴിഞ്ഞാൽ ബാക്കി എത്രയുള്ളൂ? 17 ഭാഗമേ ഉണ്ടാവുള്ളൂ. അപ്പൊ 17 ഭാഗം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതുക? 17/20. കാരണം 20ന് വ്യത്യാസമൊന്നുമില്ല, കാരണം മൊത്തം ഭാഗമാക്കുന്നത് 20ആണ്. അല്ലെങ്കിൽ 20 കേക്ക് കഷ്ണമാണ് എന്റെ കയ്യിലുള്ളത്, അതിന് വ്യത്യാസമൊന്നുമില്ല. അതിനാണ് ഞാൻ ഓരോരുത്തർക്കും കൊടുക്കണേ അല്ലെ? അപ്പൊ ഡിനോമിനേറ്റർ അഥവാ ഛേദത്തിന്റെ സംഖ്യയ്ക്ക് ഒരു വ്യത്യാസവും ഇല്ല. എടുത്തത് അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്തത് 3 ആണെങ്കിൽ ഷെയ്ഡ് ചെയ്യാത്തത് 20ൽ എത്രയാണോ ബാക്കിയുള്ളത് അത്രേ വരുള്ളൂ. അപ്പൊ എത്ര വരും? 17/20 എന്നാണ് വരണേ. ഇത് ഹോംവർക്ക് ആയിരുന്നു, ചെറുതായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവര് കറക്റ്റ് ആയിട്ട് എഴുതിയെടുക്കണം കേട്ടോ. ഈ ബോർഡിൽ ഞാൻ ഹോംവർക്ക് തരുന്നതിന്റെ ആൻസർ പറയുന്നത് തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് എഴുതിയെടുക്കാനാ. എങ്കിലേ ആ നോട്ട് നോക്കി നമുക്ക് ഇനി പഠിക്കാൻ സാധിക്കുള്ളൂ.
ഓക്കെ യെസ്. അപ്പൊ ഈ ഒരു കണക്ക് നമുക്ക് ഇപ്പൊ ഹോംവർക്കേ കഴിഞ്ഞുള്ളൂ ഡിസ്കഷൻ. ഇനി ഒരെണ്ണം കൂടി ഇല്ലേ, അതുകൂടെ കഴിയണം നമുക്ക്. അപ്പൊ ദാ ഈ കണക്ക് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനത്തെ ഏതാണ് ഒരെണ്ണം കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ ഹോംവർക്ക് തന്നിരുന്നല്ലോ, അതേതാണ്? 80 ഡിഗ്രി അല്ലേ? ഇങ്ങനെ തന്നിട്ട് ഒരു 80 ഡിഗ്രിയാണ് ടീച്ചർ വരച്ചേക്കണ്ടൊക്കെ. 80 ഡിഗ്രി ഇതാ 80 ഡിഗ്രിയാണ് ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുള്ളത്. ഇതാണ് യെല്ലോ കളറില് നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുള്ളത്. ഇത് ആകെയുള്ള സർക്കിളിന്റെ എത്ര പാർട്ടാണ്, എത്ര ഭാഗമാണ് എന്നാണ് ചോദ്യം. അപ്പൊ ഉടനടി നമുക്ക് ഇതിന്റെ ഫ്രാക്ഷൻ എഴുതാൻ പറ്റും. പാർട്ട് ചോദിച്ചാൽ ഉടനടി ഞാൻ എങ്ങനെ ഏത് രീതിയിൽ ആൻസർ എഴുതും? ഫ്രാക്ഷൻ രൂപത്തിലാണ്. ആകെയുള്ളതിന്റെ എത്ര ഭാഗമാണ് ഈ ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആൻസർ എങ്ങനെ എഴുതാം? തന്നിരിക്കുന്ന ഷെയ്ഡ് ചെയ്തതിന്റെ ആംഗിൾ എത്രയാണോ അത് ബൈ ടോട്ടൽ. ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? ഈ പോയിന്റിന്റെ ചുറ്റുമുള്ള ആംഗിൾസിന്റെ സം എത്ര വരും? 360. അപ്പൊ 80 by 360 ആണ് എനിക്ക് ആൻസർ കിട്ടിയത്. പക്ഷേ ഇതേ രീതിയിലാണോ ഉത്തരം എഴുതേണ്ടത്? അല്ല. എങ്ങനെ എഴുതണം? നമുക്ക് ഇതിന്റെ ലോവസ്റ്റ് ഫോം കണ്ടെത്താനായിട്ട് ഈസി മെത്തേഡ് ഉണ്ട്. കട്ടിംഗ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. അത് നമുക്ക് സ്കൂളിൽ വന്നതിന് ശേഷം നേരിട്ട് പറഞ്ഞുതരാം. ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ആകെ കൺഫ്യൂഷനും. അപ്പൊ ഇപ്പൊ പഠിച്ച രീതി നമുക്ക് അങ്ങനെ ഫോളോ ചെയ്യാം. ഇത് 5ാം ക്ലാസ്സിൽ പഠിച്ച HCF മെത്തേഡ്, ആ രീതിയിൽ നമുക്ക് ഫോളോ ചെയ്യാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 80യുടെ ഫാക്ടേഴ്സ് കണ്ടെത്തണം, അതുപോലെ 360യുടെ ഫാക്ടേഴ്സും കണ്ടെത്തണം അല്ലെ? 80യുടെ ഫാക്ടേഴ്സ് നമ്മൾ ആദ്യം കണ്ടെത്താൻ പോവുകയാണ്. 80 ഫാക്ടേഴ്സ് കണ്ടെത്തി. 2, 40, 2. ഇതൊരു വേഗം ടീച്ചർ എഴുതണം അല്ലേ? ഇതേപോലെ എഴുതാൻ പറ്റും നിങ്ങൾക്ക് കേട്ടാ. സ്പീഡായിട്ട് നമ്മൾ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ചെയ്ത് ശീലമാകുമ്പോൾ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ചെയ്യാൻ പറ്റുന്ന കഴിയുമ്പോൾ കുട്ടികൾ ചെയ്തിരുന്നതാണ്. ഇതേ രീതിയിൽ ഇവിടെ 360 നമ്മൾ എപ്പോഴും ചെയ്യണതാ. എല്ലാ ആൻസറിനും എല്ലാ ക്വസ്റ്റ്യന്റെയും ഡിനോമിനേറ്റർ എപ്പോഴും 360 തന്നെയാണ് വരണം. നമ്മളിതാ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്തു. ചെയ്യാത്തവരെ എഴുതിയെടുക്കണം. 2 അതേ ടീച്ചർ ഇതേ എഴുതിയെടുക്കണം. 2 അപ്പൊ നിങ്ങൾ പറയണം അയ്യോ 2 പോവില്ല ടീച്ചറെ, 3 പറ്റുള്ളൂ. അപ്പൊ 3 എഴുതി ഫാക്ടറൈസ് ചെയ്തു. അടിയിൽ 5 കിട്ടി. ഇനി നമ്മൾ 80 is equal to, ഇത് നിങ്ങൾ ഇതിന്റെ അടിയിലാണ് എഴുതേണ്ടത് കേട്ടാ. ടീച്ചർക്ക് ഇവിടെ സ്ഥലമില്ല, നിങ്ങൾക്ക് എഴുതാൻ അല്ലെങ്കിൽ മാറ്റേണ്ടി വരും. അതുകൊണ്ടാണ് സൈഡിൽ എഴുതുന്നത്. ഈ ഫാക്ടേഴ്സ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 2 into 2 into 2 into 2 into 5. 4 ടൂകൾ ഉണ്ടായിരുന്നു. അതുപോലെ 360 is equal to എത്ര ടൂകളാ? 3 2. 2 into 2 into 2 into 3 into 3 into 5. 3 into 3 into 5. കോമൺ ഉള്ളത് ഇതാ വരച്ചു. കുറച്ചൊക്കെ സ്പീഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയോ ഒരു 5 കൂടി കോമൺ ഉണ്ട്, അതും ഞാൻ വരച്ചു. അപ്പൊ HCF അഥവാ മറ്റൊരെന്ത് എഴുതണം? 1 പൊതുഘടകം ഈക്വൽ ടു ഈ കോമൺ ആയിട്ടുള്ളത് മൾട്ടിപ്ലൈ ചെയ്യാൻ എടുത്തു. 2 into പിന്നെ ഒരു 2 ഉണ്ട്, പിന്നെ ഒരു 2 ഉണ്ട്, ഒരു 5 ഉണ്ട്. ഈ കോമൺ ആയിട്ട് വരുന്ന സംഖ്യകളല്ലേ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. HCF അഥവാ 1 പൊതുഘടകം ഈക്വൽ ടു അല്ലെങ്കിൽ സമം 2 into 2 into 2 into 5. എത്ര കിട്ടി? 40. 40 ആണോ കിട്ടിയേ? 2 into 2 4, 4 into 2 8, 8 5s are 40. HCF അഥവാ 1 പൊതുഘടകം 40 കിട്ടിയാൽ പിന്നെ എന്താ ചെയ്യുക? കിട്ടിയതിന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം കിട്ടിയ ഫ്രാക്ഷൻ ഉണ്ടല്ലോ, ഫ്രാക്ഷൻ നമുക്ക് തുടക്കം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മുകളിലും താഴെയും 40 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 80നെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2. നിങ്ങൾ വർക്കിംഗ് കോളത്തിൽ ഡിവൈഡ് ചെയ്ത് നോക്കി നോക്കാം. 80 divides 40. അതുപോലെ 40 ഇതാവുമ്പോഴോ 9. എത്ര കിട്ടി? 2/9 ആണ് ആൻസർ കിട്ടിയത്. അത് ടീച്ചർ മുമ്പ് പറഞ്ഞതുപോലെ പറയൂ. ഷെയ്ഡ് ചെയ്തത് 2/9 ആണെങ്കിൽ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിന്റെ ഫ്രാക്ഷൻ പറയൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുക?
9-ലെ 2 ഭാഗം ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്യാൻ ബാക്കിയുണ്ട്? 9-ൽ നിന്ന് 2 കുറയ്ക്കുക. 7 എന്ന് പറഞ്ഞാൽ പോരാ, ഫ്രാക്ഷൻ രൂപത്തിൽ എങ്ങനെ പറയും? 7/9. മനസ്സിലാവുണ്ടോ? ഷെയ്ഡ് ചെയ്തത് 2/9 ആണ് ആൻസർ കിട്ടിയത് എങ്കിൽ ഷെയ്ഡ് ചെയ്യാത്ത എന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോ എന്ത് ചെയ്യണം? 2 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്. 9-ലെ 2 എണ്ണം കഴിഞ്ഞു. ഇനി ബാക്കി എത്രയുള്ളൂ? 9 - 2 7. 7 ഡിനോമിനേറ്റർ അത് തന്നെ 9. 7/9 ആണ് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം. ഇവിടെ ഇപ്പൊ ഷെയ്ഡ് ചെയ്തതാ ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് 2/9 കിട്ടി. ഓക്കെ, യെസ്. അപ്പൊ നമ്മള് ഹോംവർക്കിന്റെ ഡിസ്കഷനെ കഴിഞ്ഞുള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലേ? ഹോംവർക്കിന്റെ ആൻസേഴ്സേ കഴിഞ്ഞുള്ളൂ. ഇനി 2 കണക്കും കൂടി നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അത് ഒന്ന് ചെയ്തിട്ട് വരാമോ? ചെയ്ത് നോക്കാമോ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. തുടക്കത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതുകൊണ്ട് ഇന്ന് ആ ഹോംവർക്ക് തന്ന 2 കണക്കുകളെ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയോ? ഇനിയുള്ള 2 കണക്കും കൂടെ നിങ്ങൾ ചെയ്യണം. ഈ കണക്കും വരച്ച് അടുത്ത ക്ലാസ്സിൽ ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കുക. അതായത് 108 ടെക്സ്റ്റ് ഒന്ന് നോക്കി നോക്കൂ. 108 ഡിഗ്രിയും 150 ഡിഗ്രിയും അല്ലേ ഇനി വരണേ? അപ്പൊ 108/360, പിന്നത്തേനോ 150/360. ഇതിന്റെ ലോവസ്റ്റ് ഫോം ഒന്ന് കണ്ടെത്തിയാൽ ആൻസർ കിട്ടി. ചെയ്തിട്ട് വരാലോ? പറ്റില്ലേ? ചെയ്യാൻ പറ്റണില്ലേ? ഓക്കേ.